രണ്ടോ മൂന്നോ തവണ ബ്രഷ് ചെയ്യുന്നതിലല്ല കാര്യം, അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ നമ്മുടെ നാട്ടിൽ പലരും ചെയ്യാതിരിക്കുന്നൊരു കാര്യം ഫ്ലോസിങ് ആണ്. എനിക്ക് നേരത്തെ കോമ്പലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ എന്തിനെങ്ങനെ ചിരിക്കുന്നത്, എൻ്റെ ചിരി കണ്ടിട്ട് പേടിയാവുന്നത്. അപ്പം എൻ്റെ ചിരി സ്റ്റോപ്പ് ചെയ്തോടെ. ചിലരെ കണ്ടിട്ടില്ല, ചിരിക്കുമ്പോൾ വായ പൊത്തിയിട്ടാണ് ചിരിക്കണേ, അല്ലെങ്കിൽ പല്ല് ചുണ്ടു വെച്ചിട്ട് മറച്ചു പിടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യും. ഞാൻ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഐ നോ ഈ ഒരു റിസൾട്ട്, ഈ ഒരു പേഷ്യൻറ്റിന് എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഇൻവിസലൈൻ പ്രിഫർ ചെയ്യുന്നത്. പലരുടെയും ചിന്ത ഗമ്മി സ്മൈലിന് സർജിക്കൽ കറക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. സർജിക്കലി അല്ലാതെ തന്നെ ഒരുപാട് കറക്ഷൻസ് പോസിബിൾ ആണ്. കുട്ടികളിൽ ഒരു 6 അല്ലെങ്കിൽ 7 വയസ്സ് നമ്മുടെ ആദ്യത്തെ പാൽപ്പല്ല് പോയി വരുമ്പോൾ തൊട്ട് തന്നെ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കാണിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. അപ്പോൾ നമ്മൾ വായ തുറങ്ങുന്ന വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ അത് നമ്മുടെ ഹോൾ ഫേസിനെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. ഡോക്ടർ, ഇന്ന് എൻ്റെ മുന്നിലുള്ളത് ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് ആണ്, പ്ലസ് ക്ലിയർ അലൈനർ സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു നമുക്കൊരു ബേസിക് ഒരു ദന്തൽ അറിവുകളിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള ചില ഇടങ്ങളിൽ നിന്ന് തുടങ്ങാം. നമ്മളിങ്ങനെ പറയും, നമുക്ക് എന്തൊരു പ്രണയ നൈരാശ്യത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പല്ലുവേദന വന്നാൽ പക്ഷെ നിങ്ങളെല്ലാം മറക്കും, അത്ര കഠിനമാണ് ആ വേദന. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയേ പറ്റൂ. പക്ഷേ പലപ്പോഴും മനുഷ്യർ ചെറിയ വേദനകളെ, ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അവഗണിച്ച് സഹിക്കാൻ പറ്റാത്തൊരു വേദനയിൽ എത്തുമ്പോഴാണ് ഒരു ദന്തിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക. അത് ശരിക്കും ഡോക്ടറും കണ്ടുവരുന്നൊരു പ്രവണതയാണോ? നമ്മൾ പലപ്പോഴും ഞാൻ ക്ലിനിക്കിൽ കാണാറുള്ളതാണ് കേട്ടോ. വേദന വരുമ്പോഴാണ് ഡോക്ടറെ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിലൊരു പെയിൻ ആവുന്നത്. അപ്പോൾ ഈ പെയിൻ വരുന്നതിനൊക്കെയുള്ള മുന്നത്തെ സമയങ്ങളിലാണെങ്കിൽ നമ്മൾ ആ ടീത്തിനെ വളരെ ചെറിയ ഫില്ലിങ്ങോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രക്ഷിക്കാൻ പറ്റുന്നതായിരിക്കാം. പക്ഷേ ഒരു പെയിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂട്ട് കനാലൊക്കെ ചെയ്തിട്ട് പിന്നെ അതിന് ക്യാപ്പ് ഇടണം. ചില പല്ലുകൾ കംപ്ലീറ്റ്ലി നശിച്ചിട്ടുണ്ടാവും, പിന്നെ ക്യാപ്പ് ഇടാനും പറ്റാത്തൊരവസ്ഥയായിരിക്കാം, ചിലപ്പോൾ എടുത്തു കളയേണ്ടി വരാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ വരുന്നതിനേക്കാളും ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും ഒക്കെ നല്ലത് നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ കേടുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണോ എന്നൊക്കെയുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഡോക്ടർ, ഇത് പറയുമ്പോഴും പലർക്കും സംശയം ഉണ്ടാവും, ഡോക്ടർ വേദന വരുമ്പോഴാണ് ഞങ്ങൾ ഈ പല്ലിൻ്റെ പ്രശ്നമൊക്കെ നോക്കുന്നത്, അല്ലാതെ എങ്ങനെയാണ് എൻ്റെ പല്ലുകൾ ഹെൽത്തി ആണോ അല്ലയോ എന്ന് എനിക്കൊരു സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ അങ്ങനെ ടെക്നിക്സോ ടിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പലപ്പോഴും സെൽഫ് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വായ തുറന്ന് നോക്കും. നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ചിലൊരു കേട് കണ്ടിട്ടുണ്ടെങ്കിലും കളർ ചേഞ്ച് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ചെറിയൊരു കളർ ചേഞ്ച് അല്ലേ, നോർമൽ അല്ലേ, വേദനയൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഉറപ്പ് വരുത്തണം. അതിൽ അകത്തേക്ക് ചിലപ്പോൾ കേട് വന്നിട്ടുണ്ടാവാം, പുറത്തുനിന്ന് അധികം കാണാൻ പറ്റാത്തതായിരിക്കാം. അതേപോലെ തന്നെ കാണാൻ പറ്റാത്ത കേടുകളുണ്ട് പല്ലിൻ്റെ ഇടയിൽ വരുന്നത്, അത് പല്ലിൻ്റെ സൈഡ്സിൽ വരുന്ന കേടുകളൊക്കെ അതിരുന്നിരുന്ന് ചിലപ്പോൾ പല്ലുകളെ നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇയർലി ഒരു 2 times ഡെൻറ്റൽ വിസിറ്റ്സ് നല്ലതാണ്. നിങ്ങളെപ്പോഴും ഡെൻറ്റിസ്റ്റിനെ ഒന്ന് കണ്ട ഒരു സെൽഫ് ഇവാലുവേഷൻ പോലെ അതിനേക്കാളും ബെറ്ററാണല്ലോ ഒരു പ്രൊഫഷണൽ ഇവാലുവേഷൻ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ഉറപ്പ് വരുത്തുക കേടുകളൊന്നുമില്ല, ക്ലീനാണ് മൗത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, ഇത് പറയുമ്പോഴും പലർക്കുള്ള സംശയമാണ്, ഡോക്ടർ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ 2 നേരം പല്ല് തേക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എൻ്റെ പല്ലിന് എങ്ങനെയാണ് കേട് വരിക? അല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു 9 വയസ്സുകാരൻ്റെ അമ്മയാണ്, ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് അവൻ്റെ ഒരു ഓറൽ ഹൈജീൻ നിലനിർത്തേണ്ടതെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതെന്തൊക്കെയായിരിക്കും? ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്രഷിങ് ടെക്നിക്ക് പ്രോപ്പർ ആക്കുക എന്നുള്ളത്. 2 3 തവണ ബ്രഷ് ചെയ്യുന്നതിലല്ല കാര്യം, അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. 2 മിനിറ്റ് നേരമാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. അത് കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ബ്രഷിൻ്റെ ബ്രിസിൽസ് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ടോ, മോണയോടൊരു ആംഗുലേഷനിൽ നിർത്തിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക്, മുകളിലത്തെ പല്ലുകളാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക്, താഴത്തെ പല്ലുകളാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ പല്ലിൻ്റെ എല്ലാ സൈഡ്സും പ്രോപ്പറായിട്ട് കവർ ആവുന്നുണ്ടോ. ഇപ്പോൾ 9 വയസ്സൊക്കെയുള്ള കുട്ടികളാകുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല. ടീനേജേഴ്സിൽ ഞാൻ കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അടുത്ത കാര്യത്തിലേക്ക് പോകാനായിട്ട് പെട്ടെന്നൊന്ന് ചെയ്തിട്ടങ്ങ് പോവുക. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പല്ലിൻ്റെ ഇടയിൽ ഫുഡ് കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യണ്ടാവില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പലരും ചെയ്യാതിരിക്കുന്നൊരു കാര്യം ഫ്ലോസിങ് ആണ്. പുറം രാജ്യങ്ങളിലൊക്കെ അത് പല ഡോക്ടേഴ്സും നിർബന്ധമായിട്ട് പറയും. കുറച്ചുകൂടെ വിശദീകരിക്കാമോ? ഡെഫിനറ്റ്ലി. ഫ്ലോസിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു നൂല് പോലെ ഇരിക്കും.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പല്ലിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഇടയിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബ്രഷിങ്ങിൻ്റെ കൂടെ തന്നെ ഫ്ലോസിങ്ങും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മോർണിംഗും നൈറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. കുട്ടികളിലാണെങ്കിലും നമ്മൾ ചെറുപ്പം തൊട്ടേ ആ ഒരു ശീലം കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഡോക്ടർ, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയി ഒരു ഹെവി പെയിനിലേക്കൊക്കെ എത്തിയിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്. അല്ല, ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രശ്നം കണ്ടപ്പോഴേ ഡോക്ടറെ അടുത്തേക്ക് എത്തി. ഈ രണ്ട് സാഹചര്യങ്ങളും എൻ്റെ ഒരു ഡോക്ടറെ അടുത്തേക്ക് ചിലവഴിക്കേണ്ട കാശിനെ, അല്ലെങ്കിൽ എൻ്റെ ഒരു അതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഫിനാൻസിനെ എങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നു? അത് നമ്മൾ പലരും ചിന്തിക്കും ഡെൻറ്റിസ്ട്രി ഭയങ്കര കോസ്റ്റ്ലി ആണെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു നെഗ്ലക്റ്റ് ആണ് കോസ്റ്റ്ലി ആക്കുന്നത് അതിനെ. നമുക്ക് ചിലപ്പോൾ ഒരു 1000 രൂപയ്ക്ക് ചെയ്യാവുന്നൊരു ഫില്ലിംഗ് ആയിരിക്കും. പല്ലിനെ അടയ്ക്കാൻ ചിലപ്പോൾ നമുക്ക് അത്ര ആയിരിക്കും ചിലവ് വരുന്നത്. ആ ഒരു ഇതിനെ നമ്മൾ അവഗണിച്ച് അത് കേട് കൂടുതലായി റൂട്ട് കനാലിലേക്ക് എത്തുമ്പോൾ നമുക്കതിൻ്റെ ഒരു 3 ഇരട്ടി പൈസ പിന്നെ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ചിലപ്പോൾ ക്യാപ്പ് ഇടില്ല. അപ്പോൾ ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ ആ പല്ല് പിന്നെ അത് നഷ്ടമായേക്കാം. പിന്നെ ആ പല്ല് പോയിടത്ത് ഒരു പല്ല് പോയി എന്ന് വെച്ചോ, അവിടെ ആ പല്ലിനെ വേറെ വെക്കണമെങ്കിൽ നമുക്ക് ഈ റൂട്ട് കനാലിനേക്കാളും കോസ്റ്റാണ് പിന്നെയും ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എത്രയും നെഗ്ലക്റ്റ് കൂടുന്നു അത്രയും നമ്മുടെ ഒരു കോസ്റ്റും കൂടുകയാണ് ചെയ്യുന്നത്. എൻ്റെയും ആഗ്രഹം എല്ലാവരും ഒന്ന് നേരത്തെ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ ടൂത്ത് എപ്പോഴും അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനെ സേവ് ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു ആർട്ടിഫിഷ്യൽ ടീത്തിനും പറ്റില്ല. ഓക്കെ, ഇനി ചോദിക്കാനുള്ളത്, ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന ഇപ്പോൾ കുറേ തരത്തിലുള്ള പേഷ്യൻസിനെ കാണുന്നുണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ എന്ത് ബുദ്ധിമുട്ടുമായിട്ടാണ് മനുഷ്യർ ഡോക്ടറെ കാണാൻ വരാറുള്ളത്? ഞാനൊരു ഓർത്തഡോണ്ടിസ്റ്റാണ്. അപ്പോൾ എന്നെ കാണാൻ വരുന്നത് കൂടുതലും കുറച്ചുകൂടി യങ് ആയിട്ടുള്ള പേഷ്യൻസാണ് മെജോറിറ്റി വരുന്നത്. കൂടുതലും വരുന്ന ആളുകൾക്ക് പ്രശ്നമുള്ളത് പല്ലിൽ ആരെങ്കിലും കളിയാക്കി എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു എനിക്ക് ക്ലാസ്സിൽ ചിരിക്കാൻ മടിയാണ്. ഈ പിയർ പ്രഷർ ഉണ്ടല്ലോ കുട്ടികളിൽ, വളരെ അത് വലുതായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ പറയാം കേട്ടോ. എനിക്ക് നേരത്തെ കോമ്പലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ എന്തിനെങ്ങനെ ചിരിക്കുന്നത്, എൻ്റെ ചിരി കണ്ടിട്ട് പേടിയാവുന്നത്. അപ്പം എൻ്റെ ചിരി സ്റ്റോപ്പ് ചെയ്തു അവിടെ കേട്ടോ. അത് പിന്നെ നമ്മൾ നോർമലായിട്ട് നിൽക്കുമെങ്കിലും എനിക്ക് ചിരിക്കാൻ മടിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടോ, ഞാൻ എൻ്റെ പല്ലിന് ശരിയല്ലല്ലോ, പൊങ്ങിയിട്ടാണല്ലോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കമ്പിയിട്ടത് കറക്റ്റ് ചെയ്തു. അപ്പോൾ അന്നേരം എനിക്കുണ്ടായ ഒരു ഫീലിംഗ് കാരണം ഞാനത് പിന്നെ വായ്പൊത്തി ചിരിക്കാൻ തുടങ്ങി, ചിരി കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിനെ ചിലപ്പോൾ ഒരാളുടെ ഒരു വാക്ക് അഫക്റ്റ് ചെയ്തേക്കാം. ചിലരെ കണ്ടിട്ടില്ലേ ചിരിക്കുമ്പോൾ വായ പൊത്തിയിട്ടാണ് ചിരിക്കണേ, അല്ലെങ്കിൽ പല്ല് ചുണ്ടു വെച്ചിട്ട് മറച്ചു പിടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യും. പതുക്കെ നമ്മളിങ്ങനെ വിഡ്രോ ആയി വരും. അത് നമ്മുടെ ഫുൾ കോൺഫിഡൻസിനെയും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നെ കാണാൻ വരുന്ന കൂടുതലും ഈ ടീനേജേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പിയർ പ്രഷറാണ് മെയിനായിട്ടുള്ള റീസൺ. പല്ല് നന്നാക്കണം, ചിരി, കോൺഫിഡൻസ് ഇല്ല, അതൊക്കെയാണ്. ഡോക്ടർ, ഇത് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ശരിക്കും ഒപ്പീനിയനേറ്റഡ് ആണ്, പക്ഷേ നമ്മളത് സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം നിങ്ങളുടെ പല്ലുകൾ നിരതെറ്റിയ പല്ലുകളാണ്. അത് നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ നിങ്ങളുടേതായ പല്ലുകൾ കൊണ്ട് കോൺഫിഡൻസ് ആർജിക്കൂ എന്നാണോ നമ്മൾ മനുഷ്യരോട് പറയേണ്ടത്? അല്ല, നിങ്ങൾക്കിതൊക്കെ ശരിയാക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്, അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കൂ. എന്നിട്ട് നിങ്ങളുടേതായ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു കോൺഫിഡൻസിലേക്ക് എത്തൂ എന്നുള്ളതാണ്. ഈ 2 വഴികളുണ്ട്. ആസ് എ ഓർത്തോഡോണ്ടിസ്റ്റ് ഡോക്ടർ വരുന്ന മനുഷ്യരോട് അല്ലെങ്കിൽ ടീനേജേഴ്സിനോട് എന്താണ് പറയാറുള്ളത്? എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ട് അവരുടെ പല്ലിൽ ചിലപ്പോൾ നിര തെറ്റിയിട്ടായിരിക്കാം, ഗ്യാപ്പ് ഉള്ളതായിരിക്കാം. അപ്പോൾ ഫങ്ഷണലി അവർക്കൊരു ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഗ്യാപ്പുള്ള പല്ലുകളുടെ ഇടയിൽ ഫുഡ് കയറി പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ബൈറ്റിനൊരു ഇഷ്യൂ ഉണ്ടാവാം, നിര തെറ്റിയിരിക്കുന്നതുകൊണ്ട് ബ്രഷിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നതിൽ ഫസ്റ്റായിട്ട് ഞാൻ അവർക്ക് പറയുന്നൊരു കാര്യം, നിങ്ങളിത് കറക്റ്റ് ചെയ്യണം, കാരണം നിങ്ങളുടെ ഹെൽത്തും ഫങ്ഷനും ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. കോൺഫിഡൻസിൻ്റെ കാര്യം വരുന്നത്, അവരിപ്പോൾ എന്നോട് പറയാണ് ഡോക്ടർ എനിക്ക് ചിരിക്കാൻ കോൺഫിഡൻസ് ഇല്ല, എനിക്കിത് മാറ്റിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് വരും. അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയും ഡെഫിനറ്റ്ലി നിങ്ങളത് ചെയ്തോളൂ, കാരണം നമുക്കത് പെർമനൻ്റ്ലി ചെയ്ത് തരാൻ പറ്റുന്നൊരു സൊല്യൂഷനാണ്. അതിൽ തന്നെ നിങ്ങൾ കോൺഫിഡൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ചെറിയ കറക്ഷൻസ് കൊണ്ട് അവർക്ക് വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. കാരണം ചിലരുടെയൊക്കെ നോട്ടിസബിൾ ഡിഫറൻസസ് ആണുള്ളത്, നല്ല ഗ്യാപ്പ് ആയിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആര് കണ്ടാലും അവരോട് പറയും പല്ലിനിടയിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, കറക്റ്റ് ചെയ്യണല്ലേ. റിപ്പീറ്റഡ്ലി ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എത്ര നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം, നിങ്ങളുടെ ചിരിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാം.
അങ്ങനെയുള്ളപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്യാനും പറ്റുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ ഐ വിൽ ഗിവ് ഓപ്ഷൻസ്. പക്ഷേ ഒരാൾ എന്നോട് പറയണേ ഡോക്ടറെ എനിക്ക് ഗ്യാപ്പ് ഇഷ്ടമാണ്, എനിക്കത് കോൺഫിഡൻസിന് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നമുക്കൊരു കറക്ഷൻ ചെയ്യണമെന്ന് വെച്ചിട്ട് എല്ലാവരും അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. കറക്ഷൻ ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് എല്ലാവരും അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നിരതെറ്റിയത് നിരയാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നോട് ഒരു പേഷ്യൻ്റ് ചോദിച്ചൊരു കാര്യം പറയാം കേട്ടോ. ആൾക്ക് ഇതേപോലെ കോമ്പല്ലാണ്, മുടമ്പല്ലുണ്ട്. അപ്പോൾ അത് ഹാഫ് താഴ്ത്തണം ഡോക്ടറെ, ബാക്കി എനിക്ക് പൊങ്ങിയിരിക്കണം. അപ്പോൾ ട്രെൻഡിങ് അതാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. കാരണം എനിക്ക് പണ്ടൊരു കോമ്പലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്തു. ഇപ്പോഴാണ് ഇതൊക്കെ ട്രെൻഡിങ് ആയത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത്, കാരണം നമ്മളെ സെൽഫായിട്ട് എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഒരു ട്രീറ്റ്മെൻറ്റിൽ റിസൾട്ട് വേണ്ടത്. ഹാഫ് ഞാൻ താഴ്ത്തിയിട്ട് ബാക്കിയുള്ള പല്ലുകളൊക്കെ നേരെയാക്കി ആൾക്ക് ക്ലീനിങ് ചെയ്യാനും ബാക്കി ഇഷ്യൂസ് ഒന്നും ആക്കാതെയുള്ള രീതിയിൽ ചെയ്തു കൊടുത്തു. ഷീ ഈസ് വെരി ഹാപ്പി ഇൻ ദാറ്റ്. ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ശരിക്കും എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം ഒരു പല്ലു പോലും ശരിക്കും നിരയുള്ള സ്ഥലത്തുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാനാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. ഒരു കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്, ഇത് സൗന്ദര്യത്തിൻ്റെ മാത്രം വിഷയമല്ല, ആരോഗ്യത്തിൻ്റെ കൂടി വിഷയമാണ്. ഈ നിരതെറ്റിയ പല്ലുകളായിക്കോട്ടെ, മേലേക്ക് പൊന്തിയ പല്ലുകളായിക്കോട്ടെ, ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ, ഓറൽ ഹെൽത്തിനെ ബാധിക്കുമോ ശരിക്കും? ഡെഫിനറ്റ്ലി. നമുക്ക് നേരെ തെറ്റിയ പല്ലുകളാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അകത്തുള്ള പല്ലുകളിലേക്ക് ബ്രഷ് എത്തില്ല. അപ്പോൾ അവിടെയുള്ള പല്ലുകളിൽ ഇതേപോലെ കാൽക്കുലസ് ഒക്കെ കൂടാനും അഴുക്കുകൾ അടിയാനും അത് മോണയിലേക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ ആവാനായിട്ടൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. ആ കേടുകൾ നമ്മൾ കാണാതിരിക്കാനുമുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നിരതെറ്റിയ പല്ലുകൾ ഉണ്ടെന്ന് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. നമുക്കത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലോസിങ്, ബ്രഷിങ്, ക്ലീനിങ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കിങ്ങനെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അത് എനിക്ക് ഇങ്ങനെ ഇരിക്കണതാണ് കോൺഫിഡൻ്റ്, ഡെഫിനറ്റ്ലി അത് മെയിൻറ്റെനൻസ് മാത്രം നമ്മൾ നന്നായിട്ട് നോക്കണം. അല്ല, ഇത് എനിക്കിനി ഇതൊന്ന് കറക്റ്റ് ചെയ്യണം എന്ന് ഒരാൾ വരികയാണെങ്കിൽ ഡോക്ടർക്ക് പല ഓപ്ഷൻസ് ഉണ്ടെന്നറിയാം. പക്ഷേ ട്രഡീഷണലി ഒരു 90s കിഡ്സൊക്കെ ആയാൽ നമുക്കറിയുന്നത് ബ്രേസസ് ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതാണ് വിജയിച്ചൊരു രീതി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം. ബ്രേസസ് എത്രത്തോളം സക്സസ്ഫുള്ളാണ്, അത് തന്നെയാണോ ഇപ്പോഴും പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാനും പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ബ്രേസസ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാനൊരു 90s കിഡാണ്. അപ്പോൾ എനിക്കും അത് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതെ, ഡെഫിനറ്റ്ലി പല്ലിൽ കമ്പിട്ട് കറക്റ്റ് ചെയ്യുക, പല്ല് നിരതെറ്റിയിട്ടുണ്ട്, അപ്പോൾ അതേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഡെൻറ്റിസ്ട്രിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരെയും ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പിന്നീടാണ് ഈ അലൈനേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയത്. അലൈനേഴ്സ് വന്നു തുടങ്ങിയ സമയത്തും എനിക്കതിലൊരു വിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോടും ഞാനത് ചെയ്തിട്ടില്ലാതിരുന്ന ആ സമയത്ത് ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനിത് തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രേസസ് സജസ്റ്റ് ചെയ്യായിരുന്നു. പിന്നീടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നതും അലൈനേഴ്സ് കുറച്ചുകൂടെ കോമൺ ആയി തുടങ്ങിയതും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും പേഷ്യൻസിൽ അത് ചെയ്ത് അതിൽ നല്ല റിസൾട്ട്സ് കണ്ടു തുടങ്ങി തൊട്ടാണ് ഞാനും സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയും, കമ്പയർഡ് ടു ബ്രേസസ് ആണോ അലൈനേഴ്സ് ആണോ കംഫർട്ടബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൈനേഴ്സ് ആണ് കംഫർട്ടബിൾ. അതിലേതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അലൈനേഴ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതേപോലെ നല്ലൊരു സിസ്റ്റം ഓഫ് അലൈനേഴ്സ് ആൻഡ് നല്ലൊരു മെറ്റീരിയലാണ്. ഡെഫിനറ്റ്ലി ഐ വുഡ് സേ അലൈനേഴ്സ് ആണ് കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ട് ഞാൻ പറയാറുള്ളത്. ഡോക്ടർ, ഇത് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സംശയം, ഈ ബ്രേസസ് പുറമേ കാണുന്നു, അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നതിലുപരി ഈ ബ്രേസസും അലൈനേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും? ഈ ബ്രേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല്ലിൽ മുത്തൊട്ടിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ ഫോഴ്സ് കൊടുക്കാനായിട്ട്. അലൈനേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നത് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടാണ്. സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരു ടീത്തിനെ എത്ര മില്ലിമീറ്റേഴ്സ് നീങ്ങണം എന്നുള്ളത് പ്രോഗ്രാമിംഗ് ചെയ്യും. എന്നിട്ട് ആ പ്രോഗ്രാമിനനുസരിച്ചിട്ടായിരിക്കും ഒരു സെറ്റ് ഓഫ് ട്രേസ് ഉണ്ടാക്കി നമുക്കത് പേഷ്യൻസിന് തന്നുവിടുന്നത്. ബ്രേസസിൽ ഉണ്ടാവാവുന്ന ഒരു പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ ഫുഡ് കയറിയിരിക്കാം, എല്ലാ ഫുഡ്സും കഴിക്കാൻ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അതേപോലെ ഫോളോ അപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഡിലേ വരാം, ബ്രാക്കറ്റ്സ് ബ്രേക്ക് ആവാം. അലൈനേഴ്സിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ല. നമുക്കത് റിമൂവ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണതിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതേപോലെ നമുക്ക് ഫ്രീക്വൻറ്റ് ഫോളോ അപ്പ് വേണ്ട, എല്ലാ മാസവും വന്നാലേ വർക്കാവുന്നില്ല. നമ്മൾ ഫുൾ സെറ്റും തന്നു വിടുക ചെയ്യണേ. നമുക്ക് തനിയെ വീക്ക്ലി അല്ല 2 വീക്ക്ലി ആയിട്ടായിരിക്കും ചില അലൈനേഴ്സ് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് വിസിബിളി എൻ്റെ റിസൾട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ ഡീഫോൾട്ടായിട്ട് നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ബ്രേസസ് നമുക്ക് പണ്ട് മുതലേ അറിയാം. പക്ഷേ അലൈനസിലേക്ക് വരുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആണെന്നറിയാം, എനിക്കിത് പുറമേ അധികം വിസിബിൾ അല്ലാതെ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്നും അറിയാം. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണോ, എനിക്കിത് അഫോർഡബിൾ ആണോ, ഇത് മറ്റാർക്കൊക്കെയോ അഫോർഡബിൾ ആയ ഒരു സംഗതിയാണോ? അത്തരം ധാരണകൾക്ക് ശരിക്കും എന്താണ് മറുപടി? ബ്രേസസിനെ കമ്പയർ ചെയ്യുമ്പോൾ അലൈനേഴ്സ് എക്സ്പെൻസീവ് ആണ്. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് EMI ഓപ്ഷൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാൻസോ EMI ഓപ്ഷൻസോ ഒക്കെ നമുക്ക് എന്താണോ കംഫർട്ട് അത് ചൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഒരുപാട് ചീപ്പായിട്ടുള്ള അലൈനേഴ്സും ഇപ്പോൾ ഉണ്ട്, മാർക്കറ്റിലുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട്. കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് എപ്പോഴും ബെറ്റർ എന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് എന്താണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതിലേറ്റവും ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് അലൈനേഴ്സ് നമ്മളുടെ ഒരു കോസ്റ്റിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും എബവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ ബ്രേസസ്. ബ്രേസസിലാണെങ്കിലും നമുക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും റിസൾട്ട് ഉണ്ടാവും എന്തായാലും. ഡോക്ടർ, അലൈനസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതുപോലെയുള്ള സംശയമാണ്. ചില ഹോസ്പിറ്റൽസ് ചോദിക്കുമ്പോൾ ഒരു 30K എബോവ് ചെയ്യുന്നുണ്ട്, ചിലത് 50K എബോയിലേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഫിനാൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ യൂസ് ചെയ്യുന്നത് ഒരു ഇൻവിസലൈനാണ്. അത് ഒരു US ബ്രാൻഡ് എന്നാണ് ഞാൻ എൻ്റെ ഒരു റിസർച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അതിലേക്ക് പോയി, എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത, അതുകൂടി ഒന്ന് പറയാമോ? നമ്മുടെ അലൈനേഴ്സിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് വേരി ചെയ്യും. അപ്പോൾ അത് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, പേഷ്യൻറ്റിന് എത്ര കറക്ഷൻസ് വേണം എന്നുള്ളത്. 2, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അലൈനർ ബ്രാൻഡാണ് ചൂസ് ചെയ്യുന്നുള്ളത്. ഞാൻ എല്ലാ ടൈപ്പ് ബ്രാൻഡ്സും യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഞാൻ ഇൻവിസലൈനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇൻവിസലൈൻ പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അത് ഒരുപാട് റിസർച്ച്ഡ് ആണ്. അതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. അവരെന്താ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, അതിൽ എത്ര കറക്ഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ഇഷ്ടം പോലെ നമുക്ക് സ്റ്റഡി ആയിട്ട് ചെയ്യാൻ പറ്റും. ഐ ഹാവ് എ റെഫറൻസ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എത്രത്തോളം പ്രെഡിക്റ്റബിൾ ആണ് എൻ്റെ ഔട്ട്കം എന്നുള്ളത്. പിന്നെ ഞാൻ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഐ നോ ഈ ഒരു റിസൾട്ട്, ഈ ഒരു പേഷ്യൻറ്റിന് എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഇൻവിസലൈൻ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് അലൈനർ ബ്രാൻഡ്സും നല്ലതുണ്ട്. അപ്പോൾ അതിൽ 30,000 അലൈനർ ബ്രാൻഡ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പേഷ്യൻറ്റിന് ചിലപ്പോൾ വളരെ മൈനർ കറക്ഷൻസ് ആയിരിക്കും വേണ്ടി വരുന്നത്. കുറച്ച് നമ്പർ ഓഫ് ട്രേസേ വേണ്ടി വരുള്ളൂ. മൈനർ സ്പേസിങ്ങോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേയുടെ എണ്ണം കുറവായതുകൊണ്ട് കോസ്റ്റ് കുറയാം. പിന്നെ നമ്മൾ ചില അലൈനർ ബ്രാൻഡ്സ് ഉണ്ട്, അലൈനർ മെറ്റീരിയൽസ് ഉണ്ട്, അതും നമുക്ക് കോസ്റ്റ് കുറവുള്ളതാണ്. അതേപോലെ നമ്മുടെ മെറ്റീരിയൽ, സോഫ്റ്റ്വെയർ ഇതിലൊക്കെ കോസ്റ്റ് കുറവുള്ളതാണെങ്കിലും നമുക്കൊരു കുറഞ്ഞ കോസ്റ്റിലുള്ളത് കിട്ടും. പക്ഷെ നമുക്കൊരു നല്ല കറക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് ടീത്തിൻ്റെയും കറക്ഷൻ വേണം. നല്ല കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രീയുടെ എണ്ണം കൂടും. അപ്പോൾ അത് ഏത് അലൈനർ ബ്രാൻഡ് ആണെങ്കിലും നമുക്കൊരു 30,000 ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് പല ബ്രാൻഡ്സിലും ഇപ്പോൾ നോർമൽ അലൈനർ ബ്രാൻഡ്സോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് US ആയിട്ടുള്ള അലൈനർ ബ്രാൻഡ്സ് എന്തായാലും ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദി കേസ് നമ്പർ ഓഫ് അലൈനർ ട്രേസ് വിൽ ഇൻക്രീസ്. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും വ്യത്യാസം വരും. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ? ഡെഫിനറ്റ്ലി. ആദ്യം നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ കറക്ഷൻസ് എത്രത്തോളം വേണം, നമുക്ക് ഏകദേശം ഏതൊരു റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. നമുക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ ഗോ വിത്ത് ഇറ്റ്. ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു ആൾ ഡോക്ടറെ അടുത്തേക്ക് വരുന്നു, അപ്പോൾ അയാളുടെ പല്ലുകളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ഘടനാപരമായ പ്രശ്നം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ പല്ലും ഓരോ പോലെയാണോ കോംപ്ലക്സ് ആയിരിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും ഒരുപോലെ കോംപ്ലക്സ് അല്ല. ചിലർക്ക് സ്പേസ് ആയിരിക്കും പല്ലുണ്ടാവുന്നത്, ചിലർക്ക് ക്രൗഡിങ് ആയിരിക്കും ഉണ്ടായിരുന്നത്, ചിലർക്ക് പൊങ്ങിയിട്ടുള്ള പല്ലുകളായിരിക്കാം, ചിലർക്ക് മോണ കാട്ടിയിട്ടുള്ള ചിരിയൊക്കെയുള്ള പല്ലുകളായിരിക്കാം. പലരുടെയും ആവശ്യങ്ങൾ വ്യത്യാസമാണ്. പക്ഷെ നമ്മുടെ മുഖത്തിന് എന്താണ് ചേരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു ഡിവൈൻ പ്രൊപ്പോർഷനൊക്കെ ഉണ്ട്. നമ്മുടെ ടീത്ത് ഓരോ പ്രൊപ്പോർഷനിലാണ് ഇരിക്കേണ്ടത്, അതേപോലെ നമ്മുടെ ഫേസിൽ ഓരോ പ്രൊപ്പോർഷനിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സയൻറ്റിഫിക് മെഷേഴ്സ് ഉണ്ട്. നമ്മൾ ഒരാളെ അനലൈസ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ടായിരിക്കും അനലൈസ് ചെയ്യുന്നത്.
ഇപ്പോൾ പൊങ്ങിയിട്ടുള്ള പല്ലുകളാണെങ്കിൽ എത്രത്തോളം അവരുടെ പല്ല് താഴ്ന്നാൽ അവരുടെ മുഖത്തിന് നല്ലതായിരിക്കും, അവരുടെ ചുണ്ടിന് എത്ര സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ പലർക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പൊങ്ങിയ പല്ലുകളുമായിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്, എനിക്കിത് ശരിയാക്കണം എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ ഡോക്ടർ ആദ്യം ഇത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനലൈസ് ചെയ്യും. അവർക്ക് ഇത് പൊങ്ങിയ പല്ലുകൾ ശരിയാക്കിയാൽ ഇങ്ങനെയായിരിക്കും ഇവർ മാറാൻ പോകുന്നത് എന്നുൾപ്പെടെ നമ്മൾ കണ്ടിട്ടാണോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്? അങ്ങനെ കാണാൻ പറ്റുന്ന AI ജനറേറ്റഡ് ഇമേജസ് വെച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ പണ്ട് കാലത്തില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പി ഇടുക, എന്താ റിസൾട്ട് എന്ന് എനിക്ക് അറിയില്ല, നല്ലതായിരിക്കും എന്നൊരു വിശ്വാസത്തിൽ ചെയ്യാം. ഇപ്പം എനിക്കിത് കണ്ട് ഉറപ്പ് വരുത്താം, ഞാൻ പല്ലെടുത്താൽ എനിക്ക് ഇങ്ങനെ ഇരിക്കും, പല്ലെടുക്കാതെ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഇരിക്കും, ഇത് രണ്ടിലും ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടിട്ട് തീരുമാനം എടുക്കാം. അപ്പം നമുക്ക് പിന്നെയും ആ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്നുള്ളത്. ഡോക്ടറിനും അത് കംഫർട്ടബിൾ ആണ്, കാരണം എനിക്ക് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ കറക്ഷൻ വേണോ, വേണമെങ്കിൽ നമുക്ക് പല്ലെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പല്ലെടുക്കാതെ ചെയ്യാം. സോ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടെ കൂടും ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷനിൽ. ഡോക്ടർ, ഈ ക്ലാരിറ്റിയുടെ കാര്യം പറയുമ്പോഴും എൻ്റെ ഒരു അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, അത് അലൈനേഴ്സ് ഇരുന്നതിൽ കറക്റ്റല്ല, അത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയാൽ നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്കാണ് പോവുക. വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? വളരെ ശരിയാണ്. നമുക്ക് അലൈനേഴ്സ് എങ്ങനെയാണ് ഫിറ്റിങ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മുടെ സോഫ്റ്റ്വെയർ പറയണ പോലെ നമ്മുടെ ബോഡി മൂവ് ചെയ്യണം എന്നില്ലല്ലോ. സോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ആണ്. നമ്മൾ കറക്റ്റ് മെഡിക്കൽ പ്രൊസീജിയറായിട്ട് തന്നെ ഇതിനെ കാണണം. കാരണം നമ്മളൊരു സാധനം തന്നു, ഇതിങ്ങനെ മൂവ് ആകും എന്നൊരു ഒരാൾ പറയുന്നു, അപ്പോൾ അത് മൂവ് ആവാതിരിക്കാനൊരു ചാൻസ് ഉണ്ട്. ഇൻ കേസ് അത് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ അത്രയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആണോ, ദറ്റ് ദേ വിൽ നോ വാട്ട് ടു ഡു ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അല്ല, ഒരു സൈഡ് ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതിനെപ്പറ്റി തന്നെ പഠിക്കുന്ന ഡോക്ടേഴ്സ് അല്ല, അതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ചെയ്യണം എന്ന് ഞാൻ പറയാറുള്ളത് മെയിനായിട്ട് അതാണ്. ഇഫ് സംതിങ് ഹാപ്പൻസ്, അത് എന്ത് ചെയ്യണം? ഒരു ടീത്ത് നമ്മൾ പറഞ്ഞ പോലെ റൊട്ടേറ്റ് ആയില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിൽ റിവേഴ്സ് ആയിട്ട് എഫക്റ്റ് ആവും, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ നോ വാട്ട് ടു ഡു. ഏത് പോയിന്റിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് റീപ്ലാൻ ചെയ്യണം എന്നൊക്കെയുള്ളത് നമുക്ക് അവർക്ക് നന്നായിട്ട് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഇതൊക്കെ ചെയ്താലും മനുഷ്യർ ചില കാരണങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും ഇടാൻ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞ പോലുള്ള ആഫ്റ്റർ കെയർ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിസൾട്ടിനെ അത് ബാധിക്കുമോ? എന്താണ് മനുഷ്യർ ചെയ്യേണ്ടത്? ഈ എടുക്കുന്ന ആൾ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ആണ്, എന്തൊക്കെയാണ് ആ മനുഷ്യർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. ഇതാണ് കോപ്പറേഷൻ വളരെയധികം നമുക്ക് ആവശ്യമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അലൈനർ ട്രീറ്റ്മെൻറ്റ്. നമ്മളൊരു സമയത്തേക്ക് കണ്ടിന്യൂസ് കുറേ നാൾ ഇത് ഇടാതെ വന്നിട്ടുണ്ടെങ്കിൽ റിലാപ്സ് വരും. നമ്മുടെ ടീത്തിന് എപ്പോഴും പഴയ പൊസിഷനിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പം വിത്തിൻ ദ ട്രീറ്റ്മെൻറ്റ് ടൈം അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷേ ഈ തിരിച്ചു പോകുന്നത് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന സെയിം പൊസിഷനിലേക്ക് ആയിരിക്കില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നാൾ വെക്കാതെ ഇരുന്നിട്ട് ഈ ട്രേ പിന്നെ ഇടുമ്പോൾ ചിലപ്പോൾ ഇത് കയറത്തില്ല. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ടൈമും ഡ്യൂറേഷനും ഒക്കെ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇടയ്ക്ക് ഒരു 4 മണിക്കൂറല്ല, നമുക്ക് അതിൽ കൂടുതൽ സമയം ഇത് വേറെ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് കറക്റ്റായിട്ടത് പറയണം. കാരണം അത് പറയുകയാണെങ്കിൽ ഡോക്ടറിന് അതിനനുസരിച്ചും കൂടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ മൂവ്മെൻറ്റ് സ്ലോ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ ഈ ടൈം വേറെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പർ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലൈനേഴ്സിൽ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മാറ്റി വെക്കുക എന്നതിലുപരി ബാക്കി എല്ലാ സമയവും അലൈനേഴ്സ് ധരിക്കേണ്ടതുണ്ടോ? മറ്റെന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, ഫുഡ് കഴിക്കുമ്പോൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു 20 to 22 hours യൂഷ്വലി ഉള്ള അലൈനേഴ്സ് ഒക്കെ വേറെ ചെയ്യേണ്ട ഒരു ടൈം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മെജോറിറ്റി ടൈമും ടീത്തിൽ ആ ഒരു ഫോഴ്സ് കൊടുക്കണം അത് ആക്ട് ആവാനായിട്ട്. പിന്നെ ഈ നമ്മൾ കുറേ നേരം വേറെ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ റിലാപ്സ് വരാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന്, ഫുഡ് കഴിക്കേണ്ട സമയത്ത് റിമൂവ് ചെയ്യുക. നമ്മളതിനൊരു കണ്ടെയ്നർ തന്നിട്ടുണ്ടാവും, ആ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ
പല്ലിലൊക്കെ ഈ ടേമറിക് ഒക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് ഗെറ്റ് സ്റ്റെയിൻഡ്. ഓക്കെ. അപ്പോൾ ആ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ട്രാൻസ്പെറൻസി ലോസ് ആവുമല്ലോ. അതുകൊണ്ടാണ് എടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെയും കഴിച്ചതിന് ശേഷം വീണ്ടും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കുക എന്നുള്ളത്. രണ്ടാമത് ക്ലീനിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വായിൽ ഡെയിലി വെയർ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ, അപ്പോൾ അതിലേക്കും ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. മോർണിംഗ് നമ്മൾ ബ്രഷ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഇതും ക്ലീൻ ചെയ്യണം, മോർണിംഗ് ആൻഡ് നൈറ്റ്. ഇടയ്ക്കൊക്കെ റിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും ചെയ്യണം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു അലാം സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഈ ദിവസമാണ് വെയർ ചെയ്തത്, സോ എവറി ഡേ ഒരു ടൈമിൽ നമ്മൾ റിമൂവ് ചെയ്യണ ടൈമോ ഒക്കെ, അല്ലെങ്കിൽ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടത്തേക്ക് ഒരു അലാം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഡേയ്സ് ആകുമ്പോൾ ഒരു റിമൈൻഡർ ഉണ്ടാവുമല്ലോ. ഓക്കെ ഡോക്ടർ, ഇത് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. പക്ഷേ ഈ ഗമ്മി സ്മൈലുമായി വരുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങൾ കൂടെയൊക്കെ പഠിച്ചിരുന്ന ഒരു ചേച്ചിയുണ്ട്, എൻ്റെ സീനിയർ ആയിട്ടുള്ള ആളുടെ ചിരിക്കുമ്പോൾ ഗംസ് കാണുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വാപൊത്തി ചിരിക്കുന്ന ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന പോലും, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഓർമ്മ പോലും. അപ്പോൾ അത് വലിയൊരു കോൺഫിഡൻസ് ഇഷ്യൂ ആയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഈ ഗമ്മി സ്മൈലിന് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്താണ്? അങ്ങനെ മനുഷ്യർ കാണാൻ വരാറുണ്ടോ? ഡെഫിനറ്റ്ലി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവർക്കും ഇതേപോലെ ഗമ്മി സ്മെല്ലുള്ളപ്പോൾ നന്നായിട്ട് ചിരിക്കുമ്പോഴായിരിക്കും ഗംസ് കാണുന്നത്. അപ്പോൾ ഇവർ കുറച്ച് ചിരിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചുണ്ട് പിടിക്കുന്നത്, ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇത്ര ലൈറ്റായിട്ട് പറയുന്നു, പക്ഷേ അവർക്കത് അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പലരുടെയും ചിന്ത ഗമ്മി സ്മൈലിന് സർജിക്കൽ കറക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. മോണ കാട്ടിയിട്ടുള്ള ചിരിയാണല്ലോ, അപ്പോൾ ആ മോണയുടെ സർജിക്കൽ കറക്ഷൻ കൊണ്ട് മാത്രമാണ് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഗമ്മി സ്മൈൽസിൽ സർജിക്കലി അല്ലാതെ തന്നെ ഒരുപാട് കറക്ഷൻസ് പോസിബിളാണ്. നമുക്ക് ഗംസിൻ്റെ ഓവർ ഗ്രോത്ത് കൊണ്ടാണ് ഗമ്മി സ്മൈൽ വരുന്നതെങ്കിൽ നമുക്ക് ചെറിയ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എല്ലിൻ്റെ കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി ഇട്ടിട്ട് അതിൽ ടെമ്പററി ആങ്കറേജ് ഡിവൈസസ് ഉണ്ട്, ടാറ്റ്സ് പോലെയുള്ള, ടാറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. അത് പ്ലേസ് ചെയ്തിട്ട് ബോഡിയിൽ നിന്ന് നമ്മളൊരു ചെറിയ ആങ്കറേജ് എടുത്തിട്ട് എല്ലിനെ കുറച്ച് മേലേക്ക് കയറ്റാൻ പറ്റും, സർജറി ഒന്നും ഇല്ലാതെ തന്നെ. വലിയ ടെക്നിക്കൽ ടേംസ് ആയിട്ട് പറയുമ്പോൾ വിചാരിക്കും പെയിൻഫുൾ ആണെന്ന്, പക്ഷെ അത് വലിയ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമില്ല. നോർമലി നമ്മൾ കമ്പി ഇടുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ടോട്ടൽ ഒരു 1.5 ഇയേഴ്സ് കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങളായിരിക്കും വരുന്നത്. അത് കുറച്ചുകൂടെ പ്രിഫേർഡാണ് ഫോർ എല്ലാ കേസസിലും, അല്ലെങ്കിൽ കുറേ കേസസ് നമുക്ക് അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില കേസസിൽ ജസ്റ്റ് കമ്പി ഇട്ടാൽ മതിയാവും, അല്ലെങ്കിൽ അലൈനേഴ്സിൽ മതിയാവും. ടീത്തിൻ്റെ കറക്ഷൻ കൊണ്ട് തന്നെ ഈ ഗമ്മി സ്മൈലും ചിലപ്പോൾ മാറാറുണ്ട്. അതെ, ഈ ഗമ്മി സ്മൈലൊക്കെ വെച്ചിട്ട് ഇത് സർജിക്കൽ പ്രൊസീജിയറാണ് ഇതിനുള്ള വഴിയെന്ന് മാത്രം വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മറ്റു പല പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? ശരിക്കും ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഒരു മോണ കാട്ടിയിട്ടുള്ള ചിരിയാണെന്ന് നിങ്ങളുടെ ഒരു കൺസേൺ എന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പററി ആങ്കറേജ് ഡിവൈസസ്, ടാറ്റ്സ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാം, കമ്പി ഇട്ടിട്ട് കറക്റ്റ് ചെയ്യാം, അലൈനേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ലേസർ വെച്ചിട്ട് ഗം റീകോണ്ടോറിങ് ചെയ്താൽ മതി. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ ബെസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ചിലപ്പോൾ പുറത്തു നിന്ന് നോക്കുന്ന മനുഷ്യർക്ക് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷേ ഉള്ളിൽ മനുഷ്യർ വലിയ ഇൻസെക്യൂരിറ്റീസ് ഇങ്ങനെ താങ്ങി നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഫേസ് ശരിക്കും അസിമെട്രിക്കലാണ്. ഒരു സൈഡിന് കുറച്ച് നല്ല വ്യത്യാസമുണ്ട്, വേറൊരു സൈഡ് മാറിയിരിക്കുന്നു. ഈ മോണയുടെ ഭാഗം, പല്ലിൻ്റെ ഭാഗം ക്ലിയർ അല്ല. അത്തരത്തിലുള്ള ഒക്കെ ഇൻസെക്യൂരിറ്റീസ് ഉള്ളിൽ പേറുന്നവരുണ്ട്. ഇത്തരം ഫേസ് കോണ്ടൂറിങ്ങിനൊക്കെ എങ്ങനെയാണ് ഈ സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ പല്ലുകളുടെ കറക്ഷൻ സഹായിക്കുന്നത്? നമുക്ക് അസിമെട്രീസ് എന്ന് പറയുമ്പോൾ കൂടുതലും അസിമെട്രീസ് കണ്ടുവരുന്നത് നമ്മുടെ താഴത്തെ താടിയിലിൻ്റെ ഭാഗത്തായിട്ടാണ്. നമ്മുടെ ഫേസിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ളൊരു ബോൺ നമ്മുടെ താഴത്തെ താടിയില്ല. അപ്പോൾ അത് ഒരു ജോയിൻ്റ് ആയിട്ടാണ് നമ്മുടെ ഫേസുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അസിമെട്രീസ് വരുന്നത് കേട്ടോ. അസിമെട്രീസ് ഉള്ള ആളുകളിൽ ഏറ്റവും ഫസ്റ്റ് തിങ് നോട്ട് ചെയ്യേണ്ടത്, ഏറ്റവും ഏർലി ഏജിലാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പല്ലിൻ്റെ മാത്രം കറക്ഷൻസ് അല്ല, നമുക്ക് എല്ലിൻ്റെയും കറക്ഷൻസ് ചെയ്യാൻ പറ്റും. മൗത്തും ഓറോഫേഷ്യലായിട്ടുള്ള താടിയെല്ലിൻ്റെ ഒക്കെ കറക്ഷൻസ് നമുക്കൊരു ഏർലി ഏജ് ആണെന്നുണ്ടെങ്കിൽ ചില അപ്ലയൻസസ് വെച്ച് കറക്റ്റ് ചെയ്യാം. അതിലൂടെ ഈ ഒരു അസിമെട്രി മാറാൻ പറ്റും. ചില അസിമെട്രീസ് പല്ലിൻ്റെ ഘടനയുടെ പ്രശ്നം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ബൈറ്റ് വായ തുറക്കുമ്പോൾ അവർക്ക് കറക്റ്റായിരിക്കും, വായ ക്ലോസ് ചെയ്യുന്ന സമയത്തായിരിക്കും ജോ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ആവുന്നത്. അപ്പം അങ്ങനെയുള്ള കേസസിൽ നമ്മുടെ പല്ലിൻ്റെ കറക്ഷൻസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ഒരു അസിമെട്രി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ചിലർക്കുണ്ടല്ലോ ട്രോമ കാരണം വരാം, എന്തെങ്കിലും ഒരു
ഫോഴ്സ് നമുക്ക് നമ്മുടെ ജോയിൻറ്റിലേക്ക് ഒരു ഫോഴ്സ് ഇടി കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ വന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ കാരണം നമ്മുടെ ഈ ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ് എന്നാണ് പറയുന്നത്, അതിലെന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു അസിമെട്രി വരാം. അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് സർജിക്കൽ കറക്ഷൻസും പോസിബിളാണ്. ഓക്കെ, ഈ ജോലൈൻ കറക്ഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജോലൈൻ നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു വലിയൊരു എസ്തറ്റിക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ ജോലൈൻ കറക്ഷൻസിൻ്റെ തന്നെ കുറേ റീൽസൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. ഈ ജോലൈൻ കറക്ഷൻസ് ശരിക്കും ഈ ദന്തസ്ട്രിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോസ്മെറ്റിക് ദന്തസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണോ? അതെ അതെ, ഓർത്തഡോണ്ടിക്സിലുള്ള ഒരു കാര്യമാണ്. ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ജോലൈൻ കറക്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും ആളുകൾ ജോലൈൻ കുറച്ചുകൂടി ഡിഫൈൻ ആയിട്ടാണ് കാണേണ്ടത് എല്ലാവർക്കും. അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കാണാനാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് ഡിഫൈൻഡ് ആയിട്ട് കാണാത്തത് താഴത്തെ താടിയിൽ പുറകിലേക്കിരിക്കുന്ന ആളുകളിലാണ് കൂടുതലും ഇഷ്യൂസ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഫാറ്റ് കൂടുതലുള്ള ആളുകളിലൊക്കെയാണ് അതത്ര ഡിഫൈൻഡ് ആയിട്ട് കാണാത്തത്. നമുക്ക് താഴത്തെ താടിയിൽ ബാക്കിലേക്ക് ഇരിക്കുന്ന ആളുകളാണെന്നുണ്ട് അതിനെ കുറച്ച് ഫോർവേഡ് പ്ലേസ് ചെയ്ത് വെക്കാനായിട്ട് പെർമനൻറ്റ് സൊല്യൂഷൻസ് ഒക്കെ ചെയ്ത് വെക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പല്ലിൽ കമ്പിടുന്നതോടുകൂടെയോ അല്ലെങ്കിൽ ചില അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു എല്ലിൻ്റെ ഘടന മാറ്റിയെടുക്കാൻ പറ്റും. കുട്ടികളിലാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏർലി കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ താടിയലിന് മുന്നേക്ക് പുഷ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഈ ജോയിൻറ്റിലുള്ള മസിൽസ് പുള്ളാവും. അത് കാരണം നമ്മുടെ ജോയിൻറ്റിൽ ബോൺ ഡെപ്പോസിഷൻ നടക്കും. അങ്ങനെ ഈ താടിയലിൻ്റെ നീളത്തിനാണ് പ്രശ്നം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരും. ചില ആളുകൾക്ക് പ്രശ്നം താടിയിൽ മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും. അതിനും കറക്ഷൻസ് ഉണ്ട്. ഏർലി സ്റ്റേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില അപ്ലയൻസസ് യൂസ് ചെയ്തിട്ട് ഏത് എല്ലുകളാണോ, ഇപ്പോൾ മാക്സില മാൻഡിബിളിൽ നിന്ന് 2 എല്ലുകളുണ്ട് നമ്മുടെ ഫേസിൽ, ലോവർ ജോയുടെ ഒരു ഏരിയയിൽ. അപ്പോൾ ആ എല്ലുകളിൽ ഏതിൽ വേണമെങ്കിലും നമുക്കൊരു ഏജ് വരെ കറക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. സർജിക്കൽ കറക്ഷൻസും ഉണ്ട്. പിന്നെ ഈ നെക്ക് ഫാറ്റിൻ്റെ ഒരു ഇഷ്യൂസൊക്കെയാണ് കാരണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഡയറ്റും എക്സസൈസൊക്കെ കൂടെ എന്തായാലും ഡെഫിനറ്റ്ലി വേണ്ടി വരും. പക്ഷേ ഇതൊരു സ്കെലിറ്റൽ കാര്യമാണ് നമ്മുടെ ജോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടർ ഇത് പറയുമ്പോഴേ എൻ്റെ ഇന്ന് വരെയുള്ള അറിവ് ഈ ജോലൈൻ കറക്റ്റ് ചെയ്യാൻ ശരിക്കും സർജിക്കൽ ഓപ്ഷൻസ് മാത്രമാണുള്ളതെന്നും സർജറിയാണ് അതിൻ്റെ മാർഗം എന്നുള്ളതുമാണ്. അപ്പോൾ ഡോക്ടർ ഈ അപ്ലയൻസസ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതറിയാൻ താല്പര്യമുണ്ട്. ശരിക്കും നോൺ സർജിക്കലായിട്ടുള്ള വഴികളുണ്ടോ? ഇത് എക്സ്പെൻസീവ് ആണോ, അല്ലെങ്കിൽ ഇത് വേദനയുള്ളതാണോ, ആഫ്റ്റർ കെയർ ഒക്കെ ആവശ്യമുള്ളതാണോ? അങ്ങനെ പല സംശയങ്ങളുള്ളിലേക്ക് വരുന്നുണ്ട്. അതിന് എങ്ങനെയാണത് ശരിക്കും നടക്കുന്നത്? 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ എല്ലുകളുടെ വളർച്ചയും വളരെ ഫാസ്റ്റായിട്ട് ഈ ടൈമിൽ നടക്കും. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ഈ അപ്ലയൻസസ് എന്ന് പറഞ്ഞില്ലേ, അത് വായിൽ വെക്കാൻ പറ്റുന്ന ചില അപ്ലയൻസസ് ആണ്. നമ്മൾ ഒറ്റക്കമ്പിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അത് സിമിലർ ടു ദാറ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ലയൻസസ് ഉണ്ട്. റിമൂവബിൾ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ വായിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വിസിബിളായിട്ട് കാണാത്ത രീതിയിലുള്ള അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ജോയിനെ കുറച്ച് മുന്നോട്ടോ പുറകോട്ടോ എങ്ങനെയാണെന്ന് നമുക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 to 9 months ഓഫ് ടൈമാണ് യൂഷ്വലി ഇങ്ങനെ കറക്ഷൻസിന് വേണ്ടി എടുക്കാറുള്ളത്. ആ ഒരു സമയത്തേക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോയുടെ കറക്ഷൻ നമ്മൾ ഈ വളരുന്നതിൻ്റെ അനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് റീഡയറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മേജറായിട്ടുള്ള കറക്ഷൻസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഗ്രോത്ത് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, 12 years ഒക്കെ എബവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്കിലും ചെറിയ റെസിഡ്യുവൽ ഗ്രോത്ത് അവർക്ക് ചിലപ്പോൾ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് ഫങ്ഷണൽ അപ്ലയൻസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്ലയൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, മോണയിലേക്ക് ഘടിപ്പിക്കുന്ന ടെമ്പററി ആങ്കറേജ് ഡിവൈസസ്, ടാറ്റ്സ്, മിനി ഇംപ്ലാന്റ്സ് എന്നാണെങ്കിലും പറയും. അത് നമ്മൾ എല്ലുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഓൾഡർ ആയിട്ടുള്ള പേഷ്യൻസിൽ കുറേ കൂടെ റിസൾട്ട്സ് കാണാൻ പറ്റും, സർജറി അല്ലാതെ തന്നെ. ഓക്കെ ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ ഉള്ളൊരു ഡൗട്ടാണ്. കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒരു കാലം വരെയും വിചാരിച്ചിരുന്നു, ചിലപ്പോൾ ഇപ്പോഴും കരുതുന്ന മനുഷ്യരുണ്ടാകും, പല്ലിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നിൽക്കട്ടെ ഒരു ടീനേജൊക്കെ ആവട്ടെ പോയിട്ട് ബ്രേസസ് ഇടാം നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അലൈനേഴ്സ് ഇടാം, ഇപ്പോഴൊന്നും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന കുറേ രക്ഷിതാക്കളുണ്ടാകാം. ശരിക്കും അതങ്ങനെയല്ല. നിങ്ങൾ ഈ പാൽപ്പല്ലുകൾ മുതൽ അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ വീണ് കഴിയുന്നത് മുതൽ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു പുതിയ കാലത്തിൻ്റെ അറിവ് കൂടിയാണ്. അപ്പോൾ കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ ഈ പല്ലുകളുടെ അലൈൻമെൻറ്റ്, നിരതെറ്റി വരുന്ന പല്ലുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്?
കുട്ടികളിൽ ഒരു 6 അല്ലെങ്കിൽ 7 വയസ്സ് നമ്മുടെ ആദ്യത്തെ പാൽപ്പല്ല് പോയി വരുമ്പോൾ തൊട്ട് തന്നെ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കാണിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. ആ ഒരു ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും ആളുടെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന മെയിൻ ഇഷ്യൂസ് ചിലർക്ക് അഡിനോയിഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം, ടോൺസിൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ കാരണം കുട്ടികൾ വായിൽ കൂടെ ശ്വാസം വിടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വായ ഉറങ്ങുന്ന വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മുടെ ഹോൾ ഫേസിനെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ഏജിലാണ് അത് കൂടുതലും കണ്ടുവരുന്നത്, ഈ ഒരു അഡിനോയിഡ് ടോൺസിൽസിൻ്റെ ഒക്കെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതേപോലെ ഹാബിറ്റ്സ്, വായ തുറന്നാണ് ഉറങ്ങുന്നതെങ്കിൽ കുട്ടികളുടെ പല്ലിരിക്കുന്ന ആർച്ച് ഉണ്ടല്ലോ അത് നാരോ ആവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പല്ലുകൾക്ക് സ്ഥലം ഇല്ലാണ്ടാവും വരാനായിട്ട്, അപ്പോൾ നേരെ തെറ്റി വരും. ചില ആളുകളിൽ നാവ് തള്ളുന്ന ടങ് ത്രസ്റ്റിംഗ് എന്നൊരു ഹാബിറ്റ് ഉണ്ടാവും. നാവ് തള്ളുമ്പോൾ എന്താ പറ്റുന്നത്, പല്ല് പൊങ്ങി വരാം, ഗ്യാപ്പ് വരാം, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ ഹാബിറ്റുകൾ എന്തെങ്കിലും കുട്ടികൾക്കുണ്ടോ, വിരൽ കുടിക്കുന്ന ഹാബിറ്റ്, നഖം കടിക്കുന്നത്, ഇതൊക്കെ കാരണം നമ്മുടെ പല്ലുകൾക്കും മോണയ്ക്കൊക്കെ അതിൻ്റെ ഇഷ്യൂസ് വരാം. അപ്പോൾ അത് ഏർലി ഡയഗ്നോസിസ് ചെയ്തിട്ട് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വലുതാവുമ്പോഴത്തേക്കും ഈ ഒരു ഇഷ്യൂസൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ കുട്ടികളിൽ നമ്മൾ ഈ 12-13 വയസ്സൊക്കെ കഴിയുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ പാലറ്റ്, നമ്മുടെ മേൽനാക്കിൻ്റെ സൂച്ചേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെയുള്ള ബോണൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവും. അപ്പോൾ നമുക്ക് അതിലധികം കറക്ഷൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്ലയബിൾ ആണ് നമ്മുടെ ബോണും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇത് പറയുമ്പോൾ കുട്ടികളിൽ നമ്മൾ ബ്രേസസ് ആണോ യൂസ് ചെയ്യാറ്, അലൈനസ് കുട്ടികളിൽ വർക്ക് ചെയ്യാറുണ്ടോ, അതെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? കുട്ടികളിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ബ്രേസസ് ഇടാൻ പറ്റില്ല, കാരണം കുട്ടികളുടെ പാൽപ്പല്ലാണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ എങ്കിലും നമ്മൾ ആ ഇനീഷ്യലി അത്യാവശ്യമുള്ള കേസസിൽ ആൻറ്റീരിയറിലും പോസ്റ്റീരിയറിലും വന്നേക്കുന്ന പെർമനൻറ്റ് ടീത്തിൽ ഘടിപ്പിച്ചിട്ട് ബ്രേസസും ചെയ്യാറുണ്ട്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അലൈനേഴ്സ് ഉണ്ട്. ഇൻവിസലൈൻ്റെ ഫസ്റ്റ് എന്നൊക്കെയുള്ള അലൈനർ സിസ്റ്റം പോലെയുള്ള അലൈനേഴ്സ് ആണെങ്കിൽ അത് കുട്ടികൾക്ക് വേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പാൽപ്പല്ലിനെ അക്കോമഡേറ്റ് ചെയ്യാനും അതിൽ പറ്റുന്ന കറക്ഷൻസ് ചെയ്യാനും ഇനിയിപ്പോൾ പല്ല് പോയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇറപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അലൈനേഴ്സും, അതേപോലെ നമ്മൾ ആർച്ചിനെ വൈഡാക്കാൻ പറ്റും. നമ്മൾ ഈ പല്ലിരിക്കുന്ന നേരം നാരോ ആയി പോവാതെ അതിനെ വൈഡാക്കിയിട്ട് വരുന്ന പല്ലുകൾക്കുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഈ ഒരു ടൈപ്പ് അലൈനേഴ്സിന് പറ്റും. ഓക്കെ, അപ്പോൾ ഈ അഡിനോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാവട്ടെ അല്ലാതെ ആവട്ടെ കുഞ്ഞുങ്ങളിൽ നിരതെറ്റിയ പല്ലുകളോ അല്ലെങ്കിൽ ഗമി സ്മൈലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്ത് എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, അല്ലേ? നിങ്ങളുടെ ടീനേജ് ആവട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്നൊക്കെ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ ആക്ച്വലി പേരൻസ് ഒത്തിരി അവെയറാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ക്ലിനിക്കിൽ ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും റീൽസൊക്കെ കണ്ടിട്ടാണെങ്കിലും ഒരുപാട് പേഷ്യൻസ് കുട്ടികളെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്കിത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ഒരുപാട് പേരൻസ് എടുക്കുന്നത്. കാരണം എപ്പോഴും ഇപ്പോൾ ഉള്ള പേരൻസ് കുട്ടികളുടെ ഹെൽത്തിലും അവരുടെ ഒരു എസ്തെറ്റിക്സിലും നല്ല കോൺഷ്യസ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് ഡോക്ടറെ, വേദനയില്ലാത്തത് ഏതാണ്? അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ ഒരു ബൾക്കി അപ്ലയൻസ് ഒക്കെയാണ് ചിലപ്പോൾ ചില അപ്ലയൻസസ് ഒക്കെ. എന്നിരുന്നാലും കുട്ടികൾ അത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവും. അത് അവർക്ക് യൂസ് ചെയ്യുന്നതിൽ വലിയൊരു ഇഷ്യൂസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മെജോറിറ്റി ഓഫ് കുട്ടികളും നല്ല കോപ്പറേറ്റീവ് ആണ്. അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ആണ് ചില കേസസിലൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. ചില കുട്ടികളെയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസമാണ്. അത് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക്. എനിക്ക് ഡോക്ടർ ഇത്ര സമയം പറഞ്ഞതെന്ന് ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാനുൾപ്പെടെയുള്ള കുറേ ചിലപ്പോൾ 90s കിഡ്സ് ആയിരിക്കാം, അറിയില്ല, ഈ ഫേസ് യോഗയൊക്കെ ചെയ്തിട്ട് നമ്മുടെ പ്രായത്തെയും ഫേസിനെയൊക്കെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്താറുണ്ട്. ശരിക്കും ഈ ഫേസ് യോഗ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫേസ് കോൺടൂറിങ്ങിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഫേസുമായി ബന്ധപ്പെട്ടും പല്ലുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുമോ? എന്താണ് ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം? ഈ ഫേസ് യോഗ എന്നുള്ള കാര്യം ഞാനും റീസെൻ്റായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എൻ്റെ മൈൻഡിൽ വന്ന ഇങ്ങനെ എന്തെങ്കിലും ശരിക്കും ഉണ്ടെങ്കിൽ എനിക്കും അതെൻ്റെ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യാമല്ലോ. ഞാൻ കാരണം ഇത്രയും കഷ്ടപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഞാനതിനെപ്പറ്റി കുറച്ചൊന്ന് റിസർച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ റിസർച്ച് പേപ്പേഴ്സിലൊക്കെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഇത് നമ്മുടെ ഒരു നോർമലി നമ്മൾ മസാജ് ചെയ്യില്ലേ, മസാജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ആ ഒരു റിസൾട്ട്സ് നമുക്ക്
ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ഗ്ലോ ഒക്കെ കിട്ടാം, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഫേഷ്യലൊക്കെ ചെയ്യുന്ന പോലെ. അതേപോലെ ഒരു റിസൾട്ടൊക്കെ എല്ലാത്തിലും പറയുന്നുണ്ട്. പക്ഷേ ഇത് കാരണം നമുക്കൊരു ജോ എങ്ങനെയാണ് കറക്റ്റ് ആവുന്നതെന്ന് എങ്ങും പറയുന്നില്ല. അത് നമ്മളൊന്ന് സ്ഥിരമായി ഫേസ് യോഗ ചെയ്തു, അപ്പോൾ എൻ്റെ ജോ ലൈൻ നല്ല ഡിഫൈൻഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അത് ശരിക്കും ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? നമുക്ക് പെർഫെക്റ്റ് ജോ ലൈൻ ഉള്ള ഒരാളാണ്, നമുക്ക് കുറച്ച് ബക്കൽ ഫാറ്റ്, നമുക്കൊരു താടിക്കുള്ള ഒരു ഫാറ്റൊക്കെ കാരണം അത് ഹൈഡായിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോ ലൈൻ ഇച്ചിരി ഡിഫൈൻഡ് ആയിട്ട് വരാം. പക്ഷെ നമുക്കൊരു ജോ ലൈൻ ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ എല്ലിൻ്റെ ഒരു കറക്ഷൻ വേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവരിത് പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കുട്ടി കറക്റ്റ് ടൈമിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരാൾ എൻ്റെ ജോ ലൈൻ ഇപ്പോൾ കറക്റ്റാവും എന്ന് വെച്ചിട്ട് ഇത് ചെയ്തിരുന്നാൽ അത് കറക്റ്റ് ആവില്ല, അതിന് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. അപ്പോൾ അതൊക്കെ ഒരു ഇഷ്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറക്ഷൻസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു അസിമെട്രിയോ ജോ ലൈൻ ഇഷ്യൂസൊക്കെ ഉള്ള ഒരാൾ ഫേസ് യോഗ ചെയ്തത് കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല കറക്ഷൻസ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒരാൾ ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ട് പറയണം, ഡോക്ടർ എനിക്ക് ശരിക്കും മഞ്ജു വാര്യറിൻ്റേതുപോലുള്ള ചിരി വേണം, അല്ലെങ്കിൽ പാർവതിയുടെ പോലെയുള്ള ചിരി വേണം, മമിതാ ബൈജുവിൻ്റെ പോലെയുള്ള ചിരി വേണം എന്നൊക്കെ പറഞ്ഞ് ഈ റെഫറൻസുമായി വരുന്ന മനുഷ്യരുണ്ടോ? അത്തരത്തിലുള്ള മനുഷ്യരോട് എന്താ ശരിക്കും പറയാറുള്ളത്? മഞ്ജു വാര്യറിൻ്റെ പല്ലല്ലോ, മഞ്ജു വാര്യറിൻ്റെ പല്ലായിരുന്നെങ്കിൽ എനിക്കതുപോലെ ചെയ്തു തരാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്കുള്ള പല്ലിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എന്താണോ ചെയ്യാൻ പറ്റണേ അതേ എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. പിന്നെ മഞ്ജു വാര്യറിൻ്റെ പല്ല് നമ്മളുടെ ഫേസിൽ വന്നാലും അത് ചേരണമെന്നില്ലല്ലോ. നമ്മുടെ ഫേസിന് എന്താണോ ചേരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കറക്ഷനാണ് വേണ്ടത്. ഡോക്ടർ ഇത് പറയുമ്പോഴേ എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ ചിരി ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി സുന്ദരിയായേനെ, കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടായിരുന്നതിനേക്ക്. ഇതൊരു ഡോക്ടറെ അടുത്തേക്ക് എത്തുമ്പോൾ ഉറപ്പായും മനസ്സിൽ കുറച്ചിലെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി വരുന്ന മനുഷ്യർക്ക് എക്സ്പെക്റ്റേഷൻസ് ഹൈ ആണോ? എന്താണ് ആവശ്യപ്പെടുന്നത്? സ്മൈൽ കറക്ഷന് വേണ്ടി വരുന്ന മനുഷ്യർ എന്താ ശരിക്കും ആവശ്യപ്പെടാറുള്ളത്? അവരോട് എന്താണ് ആദ്യം ഡോക്ടർ പറയാറുള്ളത്? അതൊന്ന് ആ പ്രോസസ്സ് എങ്ങനെയാണ്? എക്സ്പെക്റ്റേഷൻ ഹൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതാണ് മോസ്റ്റ്ലി പേഷ്യൻസിന് അറിയാം. എൻ്റെ പല്ല് എങ്ങനെയാണ്, ഇതിൽ എത്രത്തോളം പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. എന്നാലും ചിലരുണ്ടല്ലോ AI-ൽ എൻ്റെ പല്ല് ഇങ്ങനെ കാണിച്ചു, എനിക്ക് ഇങ്ങനത്തെ പല്ല് വേണമെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് AI അല്ലല്ലോ നമ്മുടെ പല്ലല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാറുണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെയാണ് സ്മൈൽ കറക്ഷന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് എങ്ങനെയാണോ ഒരു പല്ലിരിക്കേണ്ടത്, എങ്ങനെയാണോ പല്ല് പ്രോപ്പറായിട്ട് ഇരിക്കേണ്ടത്, അത് നമുക്ക് കുറച്ച് ആംഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് പല്ലിനെ സെറ്റ് ചെയ്യാനും നമ്മുടെ സ്മൈലിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഫേസിൻ്റെ ഘടന, നമ്മുടെ ചുണ്ടുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ കേർവ്ഡ് ആയിട്ടാണോ വരുന്നത്, അതിനനുസരിച്ച് നമ്മുടെ പല്ലുകളുടെ കേർവ് വരുന്നുണ്ടോ, പിന്നെ നമ്മുടെ മേൽചുണ്ട് എത്രത്തോളം മുന്നിലേക്കോ പുറകിലേക്കോ ആണ് ഇരിക്കുന്നത്, ചുണ്ടുകളുടെ തിക്നെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു സ്മൈൽ കറക്ഷൻ പ്ലാൻ ചെയ്യുന്നത്. കുറേ മനുഷ്യരെ വരാറുണ്ടല്ലോ ഇത്തരം പല ആശങ്കകളുമായിട്ട്. അപ്പോൾ ഈ ഉള്ളിലിങ്ങനെ മായാതെ നിൽക്കുന്നൊരു കേസോ, അല്ലെങ്കിൽ ഇവരിത് കഴിഞ്ഞു പോയപ്പോൾ അവർക്കുണ്ടായ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം, അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കേസ് ഓർത്തെടുത്താൽ അതേതായിരിക്കും? ഒരു കേസുണ്ട്. ഒന്ന് എന്നോടൊരു കുട്ടി പറഞ്ഞത്, ആൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ക്ലാസ്സിൽ ആൻസർ പറയാൻ ഭയങ്കര മടിയാണ്, പല്ലെല്ലാവരും കാണുമെന്ന് വിചാരിച്ചിട്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടം വന്നു കേട്ടോ. കാരണം ആ കുട്ടീനെ അത് വളരെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്ക് കൺജനൈറ്റ്ലി ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് കാരണം പല്ലുകൾ ഓൾറെഡി കുറച്ച് തെറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പലയിടത്തും കാണിച്ചപ്പോഴും ഈ ഇഷ്യൂസ് കാരണം അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കുറേ ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ മുന്നിലുള്ള പല്ലുകളിൽ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ആ കുട്ടിയുടെ ഒരു കോൺഫിഡൻസും പോകുന്നുണ്ട്. അത് കാണുമ്പോൾ പാരൻസിനാണെങ്കിൽ അതിലേറെ സങ്കടമാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റി. അത് നമ്മൾ പല്ല് കുറേ നേരെയാക്കിയിട്ടുണ്ട്, ആൾക്ക് മിസ്സിങ് ആയിട്ടുള്ള കുറേ പല്ലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആളുടെ ഒരു ലൈഫ് തന്നെ മാറി എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു ചിരി ഉണ്ടായിരുന്നല്ലോ, അത് വന്ന സമയത്ത് ആൾ എത്രയും ഷൈ ആയിട്ട് ചിരിക്കാതെ ഇരുന്ന ഒരാൾ പോയ സമയത്ത് നല്ല വൈഡ് സ്മൈല്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ പേരൻസിൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു വെരി ഇമോഷണലായിട്ട് വെരി ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു അത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ പലർക്കും കുറേ ആശങ്കകളുണ്ടാവും. സ്മൈൽ കറക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അലൈനേഴ്സ് ഇടാൻ വന്നതായിക്കോട്ടെ, ഇതെൻ്റെ ഇനിയുള്ള ലൈഫിനെ ബാധിക്കും, എൻ്റെ സംസാരം കുറച്ച് പ്രശ്നത്തിലായി പോവുമോ,
മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കിങ്ങനെ നാവ് കുഴഞ്ഞതുപോലെ ആയി പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വായിൽ ഘടിപ്പിച്ചിട്ടുള്ള പോലെ തോന്നുമോ, അത്തരത്തിലുള്ള കുറച്ച് ആശങ്കകൾ ആദ്യ സ്റ്റേജിലുണ്ടാവുമല്ലോ. അത്തരം പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ടോ? സംസാരത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ കാഴ്ചയെ ബാധിക്കുമോ? അതെങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്കംഫർട്ട് എന്തായാലും ഉണ്ടാവും. അതൊരു 1-2 ദിവസം കൊണ്ട് നമ്മുടെ ബോഡി അങ്ങ് യൂസ്ഡ് ആവും. അപ്പോൾ അലൈനേഴ്സിൽ ഞാൻ ആദ്യമേ കണ്ടിട്ടുള്ളത് പേഷ്യൻസ് അപ്പം തന്നെ ഒന്ന് സംസാരിച്ച് നോക്കുമ്പോൾ ചെറിയൊരു കുഴച്ചിൽ കാണാം, ഊരാനോ എടുക്കാനോ ആയിട്ടൊക്കെ ചെറിയ ഡിഫിക്കൽട്ടി കാണാറുണ്ട്. പക്ഷെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒരു ഫോളോ അപ്പിന് വിളിക്കുമ്പോൾ ഡോക്ടറെ എല്ലാം സെറ്റായിട്ടോ, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. അതൊരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇത് ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്തോ പോലെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ പേഷ്യൻസും ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം വെയർ ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളി അത് നമ്മുടെ ബോഡി അക്കസ്റ്റംഡ് ആവും. ഇനി ഇത് തിരിച്ചു ചോദിച്ചാലേ, പല മനുഷ്യർക്കും ഈ നാവിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അക്ഷരം സ്ഫുടമല്ലാതിരിക്കുക, ചെറിയ കൊഞ്ഞ അനുഭവപ്പെടുക, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്കിന്ന് കറക്ഷൻസ് അവൈലബിൾ ആണോ? എന്താണ് അതിനുള്ളൊരു ബേസിക് പ്രശ്നം? അതെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? അതെ, അങ്ങനെയും കുറേ പേഷ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ പ്രോപ്പറായിട്ട് വരത്തില്ല. അത് നമ്മുടെ നാവിന് അത്രയ്ക്ക് മൊബിലിറ്റി ഇല്ല. ഈ മൊബിലിറ്റി ഇല്ലാതാവുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ നാവിനെയും നമ്മുടെ ഫ്ലോർ ഓഫ് ദ മൗത്തിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഫ്രീനം എന്ന് പറയുന്ന ചെറിയൊരു മസിൽ ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ടിഷ്യൂ കുറച്ചുകൂടെ കയറിയിട്ടായിരിക്കും നിൽക്കുന്നത്. ടങ് ടൈ എന്ന് പറയില്ലേ, അതാണ് കാര്യം. അപ്പോൾ ഈ ഫ്രീനം എല്ലാവർക്കും ഉള്ളതാണ്. ചിലരിൽ അത് വളരെ ഷോർട്ടാണ്. അപ്പോൾ അത് ഷോർട്ടായിട്ടുള്ള ഫ്രീനാണെന്നുണ്ടെങ്കിൽ നാവിന് ഒത്തിരി മൊബിലിറ്റി ഇല്ല. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ടങ് പാലറ്റിൽ ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ അപ്പർ ടീത്തിൽ ടച്ച് ചെയ്താലാണ് കറക്റ്റ് സ്ഫുടതയിൽ അത് വരുള്ളൂ. ആ ഒരു കാര്യം പോസിബിൾ അല്ലാതെ വരുമ്പോൾ നാക്ക് എപ്പോഴും താഴേക്കായിരിക്കും ഇരിക്കുന്നത്. അവർക്ക് ഈ കൊത്ത എന്നൊക്കെ പറയണ പോലെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ അതിന് കറക്ഷൻ എന്ന് പറയുമ്പോൾ ലിംഗ്വൽ ഫ്രീനെക്ടമി, നമുക്ക് ഈ ടങ് ടൈ റിലീസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ചില എക്സസൈസസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീച്ചിൻ്റെ ഇഷ്യൂസൊക്കെ മാറിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഒരു ഇൻസ്റ്റയിലൂടെ കടന്നു പോകുമ്പോഴേ പല സെലിബ്രിറ്റീസും വരികയും അവരുടെ ഒരു ഫീഡ്ബാക്ക് പറയുകയും അവർ ഹാപ്പിയായി നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാർക്കൊരു കൗതുകം ഉണ്ടാവും, അവരെന്ത് പ്രശ്നത്തിനാണ് വരുന്നത്, അവർ ഒന്നും പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ, അപ്പോൾ അവർ എന്തിനാണിത് എന്നൊക്കെയുള്ള. ശരിക്കും ഈ സെലിബ്രിറ്റീസൊക്കെ എത്താറുള്ളത് എന്ത് ആശങ്കകൾ കൊണ്ടാണ്? അവരുടെ ഒരു കറക്ഷനും അതിൻ്റെ ഒരു ജേണിയൊക്കെ എങ്ങനെയാണ് ശരിക്കും കണ്ടിരിക്കുന്നത്? എൻ്റെ അടുത്ത് കൂടുതൽ സെലിബ്രിറ്റീസ് വരുന്നത് അവർക്ക് വിസിബിളായിട്ട്, കാരണം മീഡിയയിലൊക്കെ കൂടുതലും വർക്ക് ചെയ്യുമ്പോൾ വിസിബിളായിട്ടൊന്നും കാണാൻ പാടില്ല, പക്ഷെ പല്ലൊക്കെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മെയിനായിട്ടും ചെയ്തിട്ടുള്ളത് അലൈനേഴ്സാണ്. അപ്പോൾ അലൈനേഴ്സിൽ തന്നെ നല്ല കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവരുടെ വർക്കിനെ ബാധിക്കില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെന്ന് അറിയില്ല, അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് അവർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ചെയ്യാറുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെനീറിങ് ആണ്. നമ്മുടെ നാച്ചുറൽ ടൂത്തിൻ്റെ പുറമെ നമ്മളൊരു ലെയർ ആഡ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ടീത്ത് അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ലെയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ പുറമേ കാണുമ്പോൾ നമുക്ക് ടീത്തിൻ്റെ കളറ്, ടീത്തിൻ്റെ സൈസ് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അലൈനേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിനേക്കാളും പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുള്ളവർക്ക് വെനീറിങ് ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളത്. ഇത് കേൾക്കുമ്പോൾ 2 ചോദ്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. ഒന്ന്, ഒരു ഹ്യൂമൻ പല്ലുകളുടെ നിറം ഒരു ലൈറ്റ് യെല്ലോ ആണോ നല്ല വൈറ്റ് ആണോ? 2, ഈ കല്യാണം എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ എത്തുമ്പോഴാണ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നതിനും എത്തി, അപ്പോഴാണ് ഈ പല്ലുകൾ അതിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മളെ ബോധറിയിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിന് വേണ്ടി വരുന്ന മനുഷ്യരോട് അല്ലെങ്കിൽ ആൾക്കാരോട് അങ്ങനെ ഓപ്ഷൻസ് ലഭ്യമാണോ, അല്ലോ ഇതൊക്കെ സമയമെടുത്ത് ചെയ്യുന്നതാണ്, ഇങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ളതാണോ? നമുക്ക് ഒന്ന് പല്ലിൻ്റെ കളറ് ചെറിയ യെല്ലോയിഷ് ആണ് നോർമൽ ടീത്തിൻ്റെ കളറ്. ആ യെല്ലോയിഷ്നെസ് എന്നുള്ളത് നമ്മുടെ പല്ലിൽ 3 ലെയർ ഉണ്ട്: ഇനാമൽ, ഡെൻറ്റിൻ, പൾപ്പ്. ഈ ഡെൻറ്റിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് കുറച്ച് യെല്ലോയിഷ് ആണ്. ഇനാമൽ കുറച്ചുകൂടെ ട്രാൻസ്ലൂസെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഡെൻറ്റിൻ്റെ കളർ എന്താണെന്നുള്ളത് ഇനാമലിൽ കൂടെ കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ട് തോന്നുന്നത്. ചിലർക്കത് ഈ ഇനാമലിൻ്റെ ഒരു ലെയർ കുറയുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളോ ഉണ്ടോ കുറച്ചുകൂടെ ആ മഞ്ഞപ്പ് എടുത്തറിയാൻ പറ്റും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ബ്ലീച്ചിങ് പോലെയുള്ള
ട്രീറ്റ്മെൻറ്റ്സ് പറയാറുണ്ട്. ഇനിയിപ്പോൾ അത് വേണ്ട, അവർക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ വെനീറിങ് ഒരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞ പോലെ നോർമൽ ടീത്തിൽ നമുക്ക് ഒരു ലെയറും കൂടെ ആഡ് ചെയ്തിട്ട് വെനീറിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാരേജ് ടൈമിലേക്ക് വരുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. മാരേജ് ഡെന്റിസ്ട്രി എന്ന് തന്നെ ഞാനൊരു പേരിട്ടേക്കുന്നതാണ്. അതിൽ കല്യാണം ആകുമ്പോഴത്തേക്ക് ഡോക്ടറെ പെട്ടെന്ന് എനിക്ക് കറക്ഷൻ വേണം, എനിക്ക് അലൈനർ ഇടാനും സമയമില്ല, കമ്പി ഇടാനും സമയമില്ല, പക്ഷെ 2 മാസത്തെ കല്യാണമാണ് അല്ലെങ്കിൽ 1 മാസത്തെ കല്യാണമാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ വെനീർസ്. നമുക്കൊരു 1 വീക്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞത് 3 ഡേയ്സിൽ തന്നെ കറക്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്രൗൺസ് ചെയ്യാൻ പറ്റും, ക്യാപ്പിടുക എന്ന് പറയില്ലേ, അത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കളർ ചേഞ്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബ്ലീച്ചിങ്. പിന്നെ പല്ലിൻ്റെ നിറമുള്ള ഫില്ലിങ്സ് ഉണ്ട്. അപ്പോൾ അതാണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ബഡ്ജറ്റിൽ ഉള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ നിറത്തിലുള്ള ഫില്ലിങ്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഗ്യാപ്സ് ഒക്കെ ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഡെൻറ്റിസ്ട്രിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫാസ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ചില കേസസ് കോംപ്ലെക്സ് ആയിട്ടുള്ള കേസസ് കംപ്ലീറ്റ് കറക്ഷൻസ് ഒക്കെ നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കറക്ഷൻ വേണമെന്നുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടറിയാൻ. നമ്മൾ ഒരു തുടക്കകാലത്ത് ബേസിക് നല്ല പല്ലുവേദന, ആ പല്ല് പോയി ശരിയാക്കുന്നു അല്ലെങ്കിൽ പല്ലെടുക്കുന്നു, ഇതൊക്കെയാണ് നമുക്ക് അറിയുന്ന ഒരു ദന്തൽ കെയർ എന്നൊക്കെ പറയും. അവിടെ നിന്ന് നമ്മളൊരു കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ആ ഒരു വളർച്ചയുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിൽ ആ ഒരു വളർച്ച അതെങ്ങനെയാണ് ഡോക്ടർ കണ്ടിരിക്കുന്നത് ശരിക്കും? അതെനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്കില്ലായിരുന്നല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും സെൽഫ് അവെയർ ആണ്. എല്ലാവർക്കും അറിയാം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഒരു ഫിംഗർ ടിപ്പിലാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഇരിക്കുന്നത്. ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒക്കെ ഓപ്ഷൻസ് കിട്ടും, ഇൻക്ലൂഡിങ് പ്രൈസോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അവൈലബിലിറ്റിയോ സ്പെഷ്യലൈസേഷൻസ് എല്ലാം അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഐ തിങ്ക് നമുക്കിത് ആക്സസിബിൾ ആയതും പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അറിവ് കൂടിയതും കൊണ്ടും ആളുകൾ കുറച്ചുകൂടി ഇതൊക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ കാര്യമാണ്. കാരണം പലരും പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും പല്ല് പൊങ്ങിയിട്ടുള്ളതിൽ കളിയാക്കപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. സഹിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ചിരിക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ അവർ അതൊക്കെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുമെങ്കിലും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയല്ലേ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക, ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അത് എൻ്റെ ലൈഫ് ഞാൻ തന്നെ ചൂസ് ചെയ്യുന്നു, ഞാൻ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് വളരെ ഹാപ്പിയായിട്ട് പോകുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഈ മാറ്റം ഉണ്ടല്ലോ, ഈ ഒരു മെൻ്റൽ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സൈഡിനെയൊക്കെ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു കോൺഫിഡൻസ് മാത്രമല്ല, ഇത് ഞാൻ അടിപൊളിയായിട്ടുണ്ട്, ഇതെൻ്റെ ഒരു പേഴ്സണൽ ജേണിയെ തന്നെ ഭംഗിയാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു മാറ്റം കണ്ട മനുഷ്യരുണ്ടോ? അങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡോക്ടറും ഒരു പേഷ്യൻ്റും ആകുമ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ടച്ച് കൂടി ഉണ്ടാവുമല്ലോ, ഒരു പേഴ്സണൽ കണക്ഷൻ കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ, കുറേ നാളത്തെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ലേ. ആ ഒരു മാറ്റം എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ആ ഒരു മാറ്റം എനിക്കത് വളരെ പേഷ്യൻസിനേക്കാളും ചിലപ്പോൾ ഹാപ്പി ആയിട്ട് ഡോക്ടറിനെ തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല. പേഷ്യൻസ് ഡെഫിനറ്റ്ലി അവർ വളരെ ഹാപ്പിയാണ്. ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലാണ് വരുന്നത്. കാരണം അവരുടെ ഒരു ലൈഫ് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഒരു പേഷ്യൻറ്റിന് നല്ല ഓപ്പൺ ബൈറ്റാണ്, ആൾ ചിരിക്കുമ്പോൾ പല്ലൊട്ടും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പർ ആൻഡ് ലോവർ ടീത്തിൻ്റെ ഇടയിൽ ഫുൾ ഗ്യാപ്പാണ്. അപ്പോൾ ആൾക്ക് ചെറുപ്പത്തിൽ കൈ കുടിക്കുന്ന ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറേ എക്സ്ട്രാ പല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആളൊരു 4 മാസത്തിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലൊക്കെ കറക്റ്റ് നേരെയായി. നാച്ചുറൽ ടീത്തിൽ തന്നെയാണ് കറക്ഷൻസ് വന്നേക്കണേ. ആളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, ആൾ ലൗഞ്ചിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ടേ ഇത് വേറെ ആരോ ആണെന്ന് വിചാരിച്ചിട്ട് ആൾ വന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബട്ട് ദാറ്റ് ഹാപ്പിനെസ് ദറ്റ് ഹീസ് ഷോയിങ് എൻ്റെ പേരൻസ് പറഞ്ഞു, ഫ്രണ്ട്സ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേഷ്യൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കമ്പി ഇടുമ്പോൾ അലൈനർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ഒരു ലോങ് ടൈം ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ പേഷ്യൻസായിട്ട് ഒരു നല്ലൊരു ബോണ്ട് ഫോം ചെയ്യും. അതെ, അത് ഇതേപോലെ തന്നെ അവരുടെ ഒരു ലൈഫ് ജേണീൻ്റെ ഒരു പാട്ടാവാനും കൂടെ നമുക്ക് പറ്റുന്നുണ്ട്. ഇനി 2 ചോദ്യങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നെയാണ്. ഒന്ന്, നിങ്ങളുടെ ഒരു ഓവറോൾ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ശരിക്കും? നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് എത്ര പ്രാധാന്യമുള്ളതാണ് ശരിക്കും? നമ്മുടെ ശരീരത്തിൽ എന്തിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഒരു
ഓറൽ ഹെൽത്തും. നമ്മുടെ ഓറൽ ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് പല അസുഖങ്ങൾക്കും കാരണമാവാം. നമുക്ക് പല അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഓറലിയും അത് അറിയാൻ പറ്റും. അപ്പോൾ എവ്രിതിങ് ഈസ് റിലേറ്റഡ്. പിന്നെ ഈ വേദന വരുമ്പോൾ വായിലുള്ള വേദന, പല്ലിൻ്റെ വേദന എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യങ്ങളല്ല. നമ്മൾ എത്രത്തോളം ഇഗ്നോർ ചെയ്യുന്നോ അത്രത്തോളം ഈ കാര്യങ്ങൾ വേഴ്സാവും. സോ ഫസ്റ്റ് തിങ് ഈസ് ഹൈജീൻ മെയിൻ്റനൻസ്, പ്രോപ്പർ ബ്രഷിങ്, ഫ്ലോസിങ്, മൗത്ത് വാഷ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഓവർ യൂസ്, മൗത്ത് വാഷ് ഒന്നും ഓവർ യൂസായിട്ട് ചെയ്യാനും പാടില്ല. കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഒരു ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രൊഫഷണൽ ഡെൻറ്റൽ ക്ലീനിങ് ചെയ്ത് പോവുക. അതാണൊക്കെ മെയിൻ്റനൻസ് പാർട്സ്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇതേപോലെ ഒരു 7 years 8 years ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കാണിക്കുക, നിർബന്ധമായിട്ടും കാണിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് വേണോ. പിന്നെ ഒരു 1 year 2 year ഫോളോ അപ്പ് പറയുകയാണെങ്കിൽ അതും ചെയ്യുക. കാരണം നമുക്ക് അതിനൊക്കെ എന്താ ഒരു OP ചാർജല്ലേ വരണുള്ളൂ. ഭാവിയിൽ ചിലപ്പോൾ സർജറിക്കൊക്കെ എന്തോരം ഫിനാൻഷ്യൽ കോസ്റ്റ്, അതേപോലെ തന്നെ ഇമോഷണൽ കോസ്റ്റ്, ഇതൊക്കെ ഇഷ്യൂസാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ചിരിക്കാൻ ഒരു മടിയുണ്ട്. എൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന കാരണമാണ് ഒരു പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു സൊല്യൂഷൻ കിട്ടുമോ എന്നുള്ളത് ഒരാളെ നോക്കി കാണിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ടങ്ങിൻ്റെ പോസ്ചർ നമ്മുടെ ടീത്ത് ഇരിക്കുന്നതിനെയും നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ടങ് പോസ്ചർ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിൽ ടങ് എപ്പോഴും ഇരിക്കേണ്ടത് അപ്പർ പാലറ്റിലാണ്. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുമ്പോൾ ടങ് എവിടെ ഇരിക്കണേ ആ ഒരു പൊസിഷനിൽ വേണം നമ്മുടെ റെസ്റ്റിംഗ് ടൈമിലൊക്കെ ടങ് ഇരിക്കാനായിട്ട്. നാവ് താഴേക്ക് ഇരിക്കും തോറും നമുക്ക് കുറേ ഡെൻറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ റെസ്റ്റിംഗ് ടൈമിൽ ടങ് ഷുഡ് ബി ഓൾവേസ് അപ്പ്. ഓക്കെ ഡോക്ടർ, ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഏരിയ. ഇപ്പോൾ നിങ്ങളൊരു വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ ചില കളിയാക്കൽ, ഇപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ അധികം ചിരിക്കേണ്ട, മറ്റേ ക്യാമറയുടെ ഗ്ലാസ് പൊട്ടിപ്പോകുമെന്നൊക്കെ പറഞ്ഞുള്ള കളിയാക്കലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും അതിനപ്പുറവും കേട്ട് വളർന്ന മനുഷ്യരുണ്ടാവും. ഇവരൊക്കെ ഒരു കാലത്തെത്തുന്നു, സമ്പാദിക്കാൻ തുടങ്ങുന്നു, അവനവന് വേണ്ടി കൂടി ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലം ഉണ്ടാവും. ആ കാലത്ത് പുതിയ കാലത്തിൻ്റെ മനുഷ്യരോടാണ്, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, പല്ലിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു കോംപ്ലക്സ് ആയി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണൂ. ഇതിനൊക്കെ ഇപ്പം കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്തരമൊരു ഉപദേശമൊന്നുമല്ല, ഒരു പുതിയ കാലത്തിൻ്റെ മനുഷ്യരോട് എന്താ പറയാനുള്ളത്? പണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതിൽ സങ്കടപ്പെട്ടിട്ട് ഇപ്പോൾ മക്കളുടെ കല്യാണമൊക്കെ ആകുമ്പോഴായിരിക്കും ചില അച്ഛന്മാരും അമ്മമാരും ഒക്കെ വന്നിട്ട് ഇപ്പം എനിക്കൊന്ന് കറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇപ്പം ഫിനാൻഷ്യലി ഞാൻ ഓക്കെയാണ്, മക്കളൊക്കെ പറഞ്ഞു ശരിയാക്കണം എന്നുള്ളത്, ഓപ്ഷൻസ് ഉണ്ടല്ലോ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഐ ഹാവ് എ 67-year-old പേഷ്യൻറ്റ്. ആൾക്ക് വരെയും നമ്മൾ അലൈനർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഇനിയും ബാക്കിയുള്ള ലൈഫിൽ ഇനിയിപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ചിരിക്കണം. ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മുടെ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ദെൻ വൈ നോട്ട്. ഓക്കെ, ചിരി ഒരു മനുഷ്യനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് ഡോക്ടർക്ക് തോന്നുന്നത്? പല ചിരികൾ കാണുന്നുണ്ടല്ലോ, ചിരിക്കാൻ വിമുഖരായി വന്ന മനുഷ്യർ, വാപൊത്തി ചിരിച്ചിരുന്ന മനുഷ്യർ, അവർ കോൺഫിഡൻ്റായി ചിരിച്ചു പോകുന്നു. അങ്ങനെ പല ചിരി കാണുന്ന ഒരു ഡോക്ടറോടാണ് ചോദിക്കുന്നത്, ചിരി ഒരു മനുഷ്യനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്? എല്ലാ സ്മൈൽസും ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ പല്ലല്ല നമ്മുടെ ചിരി എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് കാണിക്കുന്നത്. നമ്മളൊരു കാര്യത്തിൽ എത്രത്തോളം സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ചിരി. എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ, ഹാപ്പി ആയിട്ട് ചിരിക്കാനായിട്ട് പറ്റട്ടെ, അത്രയും കോൺഫിഡൻസ് എല്ലാവർക്കും വരട്ടെ. അത് മാത്രമാണ് എനിക്കൊരു തോന്നിയിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മുടെ പല്ല് പൊന്തിയിട്ടോ നിരതെറ്റിയിട്ടോ സ്പേസിങ് ഉണ്ടായിട്ടോ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ കോൺഫിഡൻസ് ആണ് അതിലൊരു ഇഷ്യൂ വരണത്. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കണം. എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. അതിൽ നിരയായിട്ടിരിക്കുന്ന പല്ലുകൾ മാത്രം കാണുമ്പോഴല്ല ഞാൻ പെർഫെക്റ്റ് എന്ന് ചിന്തിക്കുന്നത്. എനിക്കിപ്പോൾ വിദ്യയുടെ ചിരി കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കുറച്ച്. പക്ഷെ നമ്മൾ നോട്ട് ചെയ്യും പെട്ടെന്ന്, ആരെ കണ്ടാലും വായിലേക്കാണ് ആദ്യം നോക്കുന്നത്. പക്ഷെ കുറച്ച് നേരം തെറ്റിയിട്ടുള്ളത് ഒക്കെ ഒരു നാച്ചുറൽ ആണ്. ദാറ്റ് ഈസ് ഹൗ ഗോഡ് ക്രിയേറ്റഡ് യു. നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതേപോലെ കറക്റ്റ് ചെയ്യണമെങ്കിലാവാം, നമുക്ക് കറക്റ്റ് ചെയ്യണ്ട, ഞാനിതിൽ കോൺഫിഡൻ്റ് ആണ്, ഞാനിത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണോ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ചിരി. ഇനി കുറേ മനുഷ്യരുടെ ഭംഗിയുള്ള ചിരികൾ ഇനിയും കാണാൻ സാധിക്കട്ടെ, കുറേ മനുഷ്യരുടെ ജീവിതത്തിൽ വഴിത്തിരിവാവട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.